അമ്മേനെ കണ്ടോ? രാവിലെ മുതൽ കണ്ടില്ലല്ലോ മോളെ. അങ്കിളൊന്ന് അച്ഛനെ വിളിച്ചു നോക്കൂ. സജു ഇപ്പൊ ഫോൺ ചെയ്യരുത്. ഇറ്റ്സ് ഡേഞ്ചറസ്. ഐ ലവ് ഡേഞ്ചർ. ചുമ്മാ ഉല്ലാസ് സ്വിച്ച് ഓഫ് ആണല്ലോ. നീ എന്നാടി ഫോൺ എടുക്കാത്തെ? ഹരി, ഞാൻ മെസ്സേജ് വിട്ടിരുന്നു. മെസ്സേജ് നോക്കാൻ എനിക്ക് സൗകര്യമില്ലടി. ഇന്നലെ സന്ധ്യക്ക് നീ എവിടായിരുന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞതാണല്ലോ. ഇന്നലെ നിന്നോട് അലക്സ് ഉണ്ടായിരുന്നില്ലേ? ഞാനിപ്പോ സംസാരിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ല. നിന്റെ സിറ്റുവേഷനൊക്കെ എനിക്ക് അറിയാടി. യു പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. ആ സിക്സ് പാക്ക് പട്ടിയായിട്ടുള്ള ബന്ധം നീ നിർത്തിയിട്ടില്ലല്ലേ? പ്രിൻസ് പ്ലീസ്, ഞാൻ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാ. ഇന്നലെ ബ്ലൂ സ്റ്റാർ ഹോട്ടലിലെ 712 നമ്പർ മുറിയിലെ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നില്ലേ? ഞാൻ ഹോട്ടലിൽ വിളിച്ച് ചോദിച്ചടി. വേറെ എന്തെങ്കിലും ഉല്ലാസേട്ടൻ ലിഫ്റ്റിനകത്ത് വെച്ചെടുത്ത ഫോട്ടോയില് കണ്ണാടിയിൽ ഞാൻ അവനെ കണ്ടു. പ്രിൻസിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചേക്കുവാണ്. തെറ്റിദ്ധാരണയൊന്നുമല്ല, ശരിയായ ധാരണ തന്നെയാ. നീ അവനും കൂടെ നിൽക്കുന്ന ഫോട്ടോ എനിക്ക് ഉല്ലാസേട്ടൻ അയച്ചു തന്നടി. ഉല്ലാസോ? ആ, അങ്ങനെ എന്നോട് കൂറുള്ളവനാ. നിനക്ക് അതിന്റെ പകുതി പോലും ഇല്ലല്ലോടി. പ്ലീസ് ട്രസ്റ്റ് മീ. കുറച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചെല്ലാം വിശദമായിട്ട് പറയാം. നീ എന്നെ വിളിക്കരുത്, നീ എന്നെ വിളിക്കരുത്. നീ ഇന്നലെ എന്നോട് എന്നാ പറഞ്ഞേ? അനാഥ പിള്ളേർക്ക് ചോറ് എടുക്കാൻ പോയെന്നല്ലേ? വയറ് നിറച്ച് ചോറ് കൊണ്ട് നിൽക്കുന്ന അനാഥ ബാലനെ ഞാൻ കണ്ടടി. ഇനി കൊളംബസ് വിചാരിച്ചാ പോലും നീ അമേരിക്ക കാണില്ലടി. ഫോൺ ഓണാക്കാറായില്ലേ? 2 മണിക്കൂർ കേട്ടാ. നിന്റെ ഫോൺ ഓഫ് ആക്കി വെച്ചാൽ നിനക്ക് കൊള്ളാം. എന്തിനാ ചിരിക്കുന്നത്? എടാ, സയൻസ് അരച്ചുകലി കുടിച്ചൊരു ഫിസിക്സ് പ്രൊഫസർ അയച്ച മെസ്സേജ് എനിക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 11 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ കോസ്മിക് രശ്മികൾ ഭൂമിയിൽ പതിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഫോൺ ഓഫ് ആക്കി വെക്കുക. സിംഗപ്പൂർ ടെലിവിഷൻ പുറത്തുവിട്ട ന്യൂസാ. എന്താ ചിരിക്കുന്നത്? ആ പുറത്തേക്ക് പിന്നെ എവിടെ കണ്ടിട്ടുള്ള 10 വെക്കട്ടെ 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 വെക്കട്ടെ. അറിയോ, ദേഹത്തിറങ്ങുന്ന പേഷ്യന്റിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പേര് മിനി, ഹസ്ബൻഡിന്റെ പേര് ഉല്ലാസ്, പാട്ടുകാരനാണ്. ആകെ കുഴഞ്ഞു മറിഞ്ഞു. പോലീസ് ഇപ്പോൾ ഉല്ലാസിന്റെ ഭാര്യയുടെ മൊഴിയെടുത്താൽ അവരെന്തൊക്കെ പറയുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇനി മൊഴിയൊന്നും കൊടുക്കാതെ അത് ചത്തുപോയാലും നമ്മൾ കൊടുക്കും. അമേരിക്കയുടെ കാര്യമൊക്കെ ഉല്ലാസ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. സംതിങ് വെന്റ് റോങ്. പ്രിൻസ് വിളിച്ചു. US ട്രിപ്പ് നടക്കില്ലെന്നാ പറഞ്ഞ. അതെന്നാ വർത്താനാവും പറഞ്ഞത്? ഉല്ലാസ് നമ്മളെ ചതിച്ചതാ. നീ ഉല്ലാസിനെ വിളിച്ചില്ലേ? നമ്മളെ ട്രാപ്പ് ചെയ്തിട്ട് അയാള് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ട്രാപ്പ്? എന്റെ കർത്താവേ, ഇത് വവ്വാലിന് വയറിളക്കം വന്ന പോലെ ആയല്ലോ. വാട്ട്? എല്ലാം കൂടി നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴുവാണല്ലോ എന്ന്. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മളിപ്പോ പറയാൻ പോകുന്നത് എനിക്കോ പപ്പയ്ക്കോ ഉല്ലാസിന്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ലായിരുന്നു. അയാള് നമ്മളെ ചതിച്ചത്. അയാളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ പറ്റിച്ചു. അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. അത് കൂടുതൽ പ്രശ്നമാവോ?
ഞാനൊരു പെണ്ണല്ലേ, ലോ എൻ്റെ കൂടെ നിൽക്കും. നീ ഒരു കാര്യം ചെയ്യ്, അഡ്വക്കേറ്റ് മനോജിനെ ഒന്ന് വിളിക്കും. സാറേ പാപ്പടാണ് സാറേ. സാറേ ഞാൻ ഭാര്യയും കുഞ്ഞൊക്കെ ഉള്ളൊരുത്തന്നെ സാറേ. എത്രണ്ണ വിവാഹ തട്ടിപ്പ് വരുന്ന അവന്റെ ഗാനമേളയൊക്കെ ഇന്നത്തോടെ കഴിഞ്ഞു. നിങ്ങളുടെ പരിപാടിയിൽ നടക്കട്ടെ. ഈ വണ്ടി കയറി കൊഗ്നൈസബിൾ ഒഫൻസ് കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് പോലീസ് അവനെ രാത്രി തന്നെ പൊക്കിയത്. ഇപ്പം അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാന്ദ്രയുടെ പപ്പ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ തമ്മിലൊരു 15 വർഷത്തെങ്കിലും സൗഹൃദമുണ്ട്. അതുകൊണ്ട് പറയാ, പോലീസ് ചാർജ് ഷീറ്റിൽ പറയുന്നത് പോലെ ഉല്ലാസത്തിൻ്റെ ആദ്യ വിവാഹം മറച്ചു വെച്ചിട്ടാണ് സാന്ദ്രയെ വിവാഹം ചെയ്തതെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് നിയമസാധ്യത ഇല്ല. ഇറ്റ്സ് ഇൻവാലിഡ്. അല്ല, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. വിവാഹം നടന്നു എന്നുള്ളതിന് വേറെ പ്രൂഫ് വേണ്ടല്ലോ. അയാൾ ഹിന്ദു അല്ലേ? ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരാൾക്ക് ഒരു വിവാഹം മാത്രമേ നിയമപരമായിട്ട് സാധിക്കുകയുള്ളൂ. സാന്ദ്രയായിട്ടുള്ള വിവാഹം വാലിഡ് അല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ അവർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റേപ്പ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്കാണ്. ഈ റേപ്പ് എന്ന് പറയുമ്പം IPC 376. വക്കീലാണോ? അല്ല, ഞാൻ ഈ TV യിൽ വാർത്ത കണ്ടിട്ട് പഠിച്ച. ഓ ഗുഡ്, താങ്ക് യു. ഈ വന്നത് വനിതാ പോലീസ് ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കാതെ അത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാനുള്ള ഐഡിയ ആരുടെ ആയിരുന്നു? അത് എൻ്റെ ആയിരുന്നു. പുറത്തിറങ്ങിക്കോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പുറത്തിറങ്ങാനാ പറഞ്ഞത്? നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കിയാൽ പോരെ? ഇത്രക്കൊക്കെ വേണോ? മീഡിയ കറിഞ്ഞ സംഭവം വഷളാവും. പപ്പ മിണ്ടായിരിക്കും. എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നത് തന്നെ പപ്പ പറഞ്ഞ. ഇനി ഞാൻ നോക്കിക്കോളാം. സാന്ദ്ര, നിങ്ങൾ തമ്മിൽ ഫിസിക്കലായിട്ട് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഒന്നുകിൽ ഫാമിലി കോർട്ട് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ, അതല്ലെങ്കിൽ ഉല്ലാസമായിട്ടുള്ള വിവാഹം വാലിഡ് അല്ല എന്നുള്ളതിനൊരു ഡിക്ലറേഷൻ വാങ്ങിയ സാന്ദ്രയ്ക്ക് ഫ്രീ ആവാം. സാന്ദ്രയുടെ ഫ്യൂച്ചറിനും അത് തന്നെയാണ് നല്ലത്. എന്ത് ഫ്യൂച്ചറാണ് അങ്കിൾ? ഹി സ്പോയിൽഡ് എവറിതിങ്. ആൾ അനുഭവിക്കണം.